ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ ഒരാളോട് ഇപ്പോൾ സമ്മതം ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയാണ്, ഏതായാലും ഞാൻ പോയി വരട്ടെ. അല്ലേ, ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഏതായാലും ഞാനൊന്ന് പോയി വരട്ടെ എന്ന് പറയാറുണ്ടല്ലോ. ഏതായാലും എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിവേ ലെറ്റ് മീ ഗോ ആൻഡ് കം ബാക്ക്. എനിവേ ലെറ്റ് മീ ഗോ ആൻഡ് കം ബാക്ക്. ഏതായാലും ഞാൻ പോയി വരട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറയാണ്, ഞാൻ വീട്ടിലില്ല. ഞാൻ വീട്ടിലില്ല എന്നെങ്ങനെ പറയാ? സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, ഐ എം നോട്ട് അറ്റ് ഹോം. ഐ എം നോട്ട് അറ്റ് ഹോം എന്നാണ് പറയേണ്ടത്. ഞാൻ വീട്ടിലില്ല, ഐ എം നോട്ട് അറ്റ് ഹോം. ഇനി ഞാൻ ഇപ്പോൾ വീട്ടിലില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ ഇപ്പോൾ വീട്ടിലില്ല എന്ന് പറയുകയാണെങ്കിലും ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഞാൻ ഇപ്പോൾ വീട്ടിലില്ല. നെക്സ്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ. വേർ ആർ യു നൗ. നീ ഇപ്പോൾ എവിടെയാണ്? ഇനി നീ ഇപ്പോൾ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേർ ആർ യു ഗോയിങ് നൗ. വേർ ആർ യു ഗോയിങ് നൗ. നീ ഇപ്പോൾ എവിടെ പോവുകയാണ്. സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പോൾ അതിന് നമുക്കൊരു ആൻസർ ആയി പറയാം, ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് എന്നെങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട് നൗ. ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട് നൗ. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, നാളെ നിനക്ക് നേരത്തെ ഓഫീസിലെത്താമോ? നാളെ നിനക്ക് നേരത്തെ ഓഫീസിലെത്താൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇതൊരാളോട് ചോദിക്കുന്ന റിക്വസ്റ്റ് ആണ് അല്ലെ. എങ്ങനെ ചോദിക്കുക? ക്യാൻ യു റീച്ച് ദ ഓഫീസ് ഏർലി ടുമോറോ. ക്യാൻ യു റീച്ച് ദ ഓഫീസ് ഏർലി ടുമോറോ. നാളെ നിനക്ക് നേരത്തെ ഓഫീസിലെത്താമോ? ഓക്കെ, നെക്സ്റ്റ്, എൻ്റെ ബൈക്ക് കേടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വൈകും. എൻ്റെ ബൈക്ക് കേടായിട്ടുണ്ട്, എൻ്റെ കാറ് കേടായിട്ടുണ്ട്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാട്ടോ. എൻ്റെ ബൈക്ക് കേടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വൈകും. മൈ ബൈക്ക് ഈസ് ബ്രോക്കൺ, സോ ഐ വിൽ ബി ലേറ്റ്. മൈ ബൈക്ക് ഈസ് ബ്രോക്കൺ, സോ ഐ വിൽ ബി ലേറ്റ്. എൻ്റെ ബൈക്ക് കേടാണ്, അതുകൊണ്ട് ഞാൻ വൈകും. ഓക്കെ, നെക്സ്റ്റ്, നീ ഓഫീസിന്റെ താക്കോൽ ആരെയാ ഏൽപ്പിച്ചത്? അതായത് നീ ഓഫീസിന്റെ താക്കോൽ ആരെടുത്താ കൊടുത്തത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇതൊരു പാസ്റ്റ് സെന്റൻസ് ആണല്ലേ. കൊടുത്തത് അല്ലെങ്കിൽ ഏൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഹു ഗേവ് യു ദ ഓഫീസ് കീ. ഹു ഗേവ് യു ദ ഓഫീസ് കീ. നീ ആരെടുത്താണ് ഓഫീസിന്റെ താക്കോൽ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ആരെടുത്താണ് നീ ഓഫീസിന്റെ താക്കോൽ കൊടുത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഹു ഗേവ് യു ദ ഓഫീസ് കീ. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ പറയാണ്, ഞാൻ ഉഷയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉഷയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പറയുകയാണെങ്കിലോ, കൊടുത്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഗിവൺ അല്ലേ. ഗിവിന്റെ V3 ആണ് ഗിവൺ എന്ന് പറയുന്നത്, പാസ്റ്റ് ആണ് ഗേവ് എന്ന് പറയുന്നത്. സോ ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ഉഷ. അപ്പോ ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ഉഷ. ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ഉഷ. ഞാൻ ഉഷയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഉഷ നാളെ വരില്ലേ. ഉഷ നാളെ വരില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വോണ്ട് ഉഷ കം ടുമോറോ. വോണ്ട് ഉഷ കം ടുമോറോ. ഉഷ നാളെ വരില്ലേ. അപ്പൊ അതിനൊരു ആൻസർ ആയിട്ട് പറയണം, ഉഷ നാളെ വരില്ല എന്ന് പറയുകയാണെങ്കിലോ, ഉഷ വോണ്ട് കം ടുമോറോ. ഉഷ വോണ്ട് കം ടുമോറോ. ഉഷ നാളെ വരില്ല. ഓക്കെ, നെക്സ്റ്റ്, ഉഷ എന്തുകൊണ്ട് നാളെ വരില്ല. ഉഷ എന്തുകൊണ്ട് നാളെ വരില്ല ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എന്ന് കൂടി ഉണ്ട് അല്ലെ. അപ്പൊ സിമ്പിൾ ആണ്, നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? വൈ വോണ്ട് ഉഷ കം ടുമോറോ. വൈ വോണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത്. വൈ വോണ്ട് ഉഷ കം ടുമോറോ. ഉഷ എന്തുകൊണ്ട് നാളെ വരില്ല. ഓക്കെ, നെക്സ്റ്റ്, ഹോസ്പിറ്റലിലാണ്. അവർ ഹോസ്പിറ്റലിലാണ്. ദേ ആർ ഇൻ ദ ഹോസ്പിറ്റൽ. ദേ ആർ ഇൻ ദ ഹോസ്പിറ്റൽ. അവർ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെയെങ്കിലും ഞാൻ ജോലി പൂർത്തിയാക്കും. എങ്ങനെയെങ്കിലും ഞാൻ ജോലി പൂർത്തിയാക്കും എന്നിങ്ങനെ പറയാ. ഐ വിൽ ഫിനിഷ് ദ വർക്ക് സംഹൗ. ഐ വിൽ ഫിനിഷ് ദ വർക്ക് സംഹൗ. അപ്പൊ എങ്ങനെയെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് സംഹൗ ആണ്. ഏതായാലും എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിവേ ആണ്. നെക്സ്റ്റ്,
എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെട്ടു. അല്ലേ? ഇപ്പൊ ഒരു പരീക്ഷയിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയാറുണ്ട് എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെട്ടു. ഷീ മാനേജ്ഡ് ടു എസ്കേപ്പ് സംഹൗ. ഷീ മാനേജ്ഡ് ടു എസ്കേപ്പ് സംഹൗ. എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെട്ടു. നെക്സ്റ്റ്, നമ്മളൊരു സംസാരത്തിനിടയിൽ നമ്മൾ പറയാണ് എങ്ങനെയോ ഞാൻ അവന്റെ പേര് മറന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയോ ഞാൻ അവന്റെ പേര് മറന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് somehow I forgot his name. somehow I forgot his name. എങ്ങനെയോ ഞാൻ അവന്റെ പേര് മറന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഇനി ഒരിക്കലും ഞാൻ അവളെ വിളിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ അവളെ കാണില്ല. ഇങ്ങനെ പല സെന്റൻസുകളും പറയാറുണ്ടല്ലോ. ഇനി ഒരിക്കലും ഞാൻ അവളെ വിളിക്കില്ല, ഫ്യൂച്ചർ ആണ്. ഐ വിൽ നെവർ കോൾ ഹർ അഗെയിൻ. ഐ വിൽ നെവർ കോൾ ഹർ അഗെയിൻ. ഇനി ഒരിക്കലും ഞാൻ അവളെ വിളിക്കില്ല. എന്നാൽ ഇനി ഒരിക്കലും ഞാൻ അവളെ കാണില്ല എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.